നെന്മാറ വല്ലങ്ങി വേലയോടനുബന്ധിച്ച് 3 ദിവസങ്ങളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ കുടിവെള്ള വിതരണം. കുടിവെള്ളം എത്താത്ത സ്ഥലങ്ങളിൽ ടാങ്കർ ലോറികളിൽ വെള്ളമെത്തിക്കാനും ഗ്രാമപഞ്ചായത്തിന്റെ തീരുമാനം. കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് വേല നടക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ കൂടുന്ന ഭാഗങ്ങളിൽ അഡീഷണൽ ആയിട്ടുള്ള പൈപ്പുകൾ വാട്ടർ അതോറിറ്റിയുമായി സഹകരിച്ച് ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ടാങ്കർ സൗകര്യവും പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട്. തെരുവ് വിളക്കുകൾ എല്ലായിടത്തും പ്രകാശിപ്പിക്കും. നെന്മാറ വല്ലങ്ങി വേലയുമായി അനുബന്ധിച്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളിൽ ശരവേഗത്തിൽ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായ തെരുവുവിളക്കുകളുടെ കാര്യത്തിൽ സമ്പൂർണ്ണമായി എല്ലാ വാർഡുകളിലും കത്താതെ കിടന്നിരുന്ന മുഴുവൻ ബൾബുകളും പുതിയത് വെച്ച് മാറ്റുകയും ഹൈമാസ് ലൈറ്റുകളും അതുപോലെ തന്നെ മിനിമാസ് ലൈറ്റുകളും മെയിൻ്റനൻസ് നടത്തി പൂർണ്ണമായ തോതിൽ പ്രകാശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വേല നടക്കുന്ന പ്രദേശങ്ങളിൽ വേല നടക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ ഇവ കൂടാതെ അഡീഷണലായിട്ട് ഫോക്കസ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഫോക്കസ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിൻ്റെ ഏകദേശം 90% പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇന്നും നാളെയുമായി ഫോക്കസ് ലൈറ്റുകളുടെ എല്ലാ ഭാഗങ്ങളിലും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഫോക്കസ് ലൈറ്റുകൾ വയ്ക്കുന്നത് പൂർത്തീകരിക്കുന്നതാണ്. വഴിയോര കച്ചവടക്കാർക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ മുതൽ ക്ഷേത്രം വരെയുള്ള സ്ഥലത്ത് വഴിയോര കച്ചവടം നിരോധിച്ചതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CC സുനിൽ പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചായത്തിൻ്റെ പാടം വല്ലങ്ങി ദേശത്തിൻ്റെയും നെന്മാറ ദേശത്തിൻ്റെയും വെടിക്കെട്ടുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വരുന്ന ഭാഗത്തുള്ള പഞ്ചായത്ത് പാടത്ത് സമ്പൂർണ്ണമായി വഴിയോര കച്ചവടം നിരോധിച്ചിരിക്കുകയാണ്. അവിടെ പൂർണ്ണമായിട്ടും ജനങ്ങൾക്ക് നിൽക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നെന്മാറ പോലീസ് സ്റ്റേഷൻ മുതൽ നെന്മാറ ദേശത്തിൻ്റെ പന്തൽ നിൽക്കുന്ന ഭാഗം വരെ ഒരു വശത്തിൽ മാത്രമേ കച്ചവടം അനുവദിക്കുകയുള്ളൂ. അതുപോലെ നെന്മാറ നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള ഗ്രൗണ്ടിൽ പൂർണ്ണമായും കച്ചവടം നിരോധിച്ചിരിക്കുകയാണ്. അതുപോലെ അവിടെ നിന്ന് ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് താഴോട്ട് പോകുന്ന വഴിയിൽ ഒരു വശത്ത് മാത്രമേ കച്ചവടം പാടുള്ളൂ. അതുപോലെ നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള കുളത്തിൻ്റെ വശങ്ങളിൽ പൂർണ്ണമായും കച്ചവടം നിരോധിച്ചിരിക്കുകയാണ്. പെട്രോൾ പമ്പുകളിലെ ശൗചാലയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുവാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരിക്കണം കച്ചവടം നടത്തേണ്ടതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. നിർബന്ധമായിട്ടും താൽക്കാലികമായി കച്ചവടം വേലയ്ക്ക് താൽക്കാലികമായി വ്യാപാരം നടത്തുന്ന ആളുകൾ പഞ്ചായത്തിൽ നിന്ന് താൽക്കാലിക ലൈസൻസ് നിർബന്ധമായിട്ട് എടുക്കേണ്ടതാണ്. പൂർണ്ണമായിട്ടും ഹരിതചട്ടം പാലിച്ചുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഈ വേലയുടെ ഒരുക്കങ്ങൾ മുഴുവൻ നടത്തിയിട്ടുള്ളത്. വ്യാപാരം നടത്താനായി നെന്മാറയിൽ കടന്നു വരുന്ന മുഴുവൻ ആളുകളും ഹരിതചട്ടം പാലിക്കേണ്ടതാണ്. പ്ലാസ്റ്റിക് ഒഴിവാക്കിക്കൊണ്ടുള്ള കച്ചവടം മാത്രമേ നടത്താൻ, ക്യാരി ബാഗുകൾ മറ്റുള്ളതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പ്ലാസ്റ്റിക് ഒഴിവാക്കിക്കൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമേ വ്യാപാരത്തിന് വരുന്നവർ നടത്താവൂ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.